നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഒരു സംശയവും വേണ്ട, അവർ മുംബൈ ഇന്ത്യൻസിനെ തീർത്തു. പ്രിയാൻ ഷാരിയും ജോഷ് ഇംഗ്ലീഷും പൊളിച്ചടുക്കി. അതിൻ്റെ ഫലമായിട്ട് ഇതാ 7 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം PBK സ്വന്തമാക്കുന്നു. റിസൾട്ട് എന്താ? PBK ക്വാളിഫയർ കളിക്കും. ടോപ്പ് 2 ഫിനിഷ് ഉറപ്പാക്കി കഴിഞ്ഞു അവർ. MIക്ക് എന്തായാലും എലിമിനേറ്റർ കളിക്കണം എന്നതും ഉറപ്പായിരിക്കുന്നു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത MI നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 184 റൺസാണ് അടിച്ചതെങ്കിൽ PBK 18.3 ഓവറുകളിൽ വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ ആ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. റിക്കിൾട്ടനും രോഹിത് ശർമ്മയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ മുംബൈ ഇന്ത്യൻസിന് പിറന്നത് 45 റൺസാണ്. 6ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ റിക്കിൾട്ടൻ മടങ്ങി. റിക്കിൾട്ടൻ 20 പന്തിൽ നിന്ന് 27 റൺസാണ് അടിച്ചിരുന്നത്. രോഹിത് ശർമ്മ 21 പന്തിൽ നിന്ന് 2 ഫോറും 1 സിക്സും അടക്കം 24 റൺസാണ് അടിച്ചത്. സൂര്യകുമാർ യാദവാണ് യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയത്. അദ്ദേഹമാണ് ടോപ്പ് സ്കോറർ. 39 പന്തിൽ നിന്ന് 6 ഫോറും 2 സിക്സും അടക്കം സൂര്യ 57 റൺസ് അടിച്ചപ്പോൾ തിലക് വർമ്മ 1 റൺസ്, 8 പന്തിൽ നേരിട്ട വിൽ ജാക്സ് 17 റൺസ്, ഹാർദിക് പാണ്ഡ്യ 15 പന്തിൽ നേരിട്ട് 26 റൺസ്, ഒടുവിൽ നമാൻദ്വർ 12 പന്തിൽ നിന്ന് 2 സിക്സറുകളുടെ സഹായത്തോടെ 20 റൺസ് കൂടി അടിച്ചപ്പോഴാണ് അവർ ഒരുവിധം 184 റൺസിലേക്ക് എത്തിയത്. ഇടവേള സമയത്ത് കൃത്യമായിട്ട് സൂര്യകുമാർ യാദവ് പറഞ്ഞു, ഞങ്ങളൊരു 10-15 റൺസ് ഷോട്ടാണ് എന്ന്. അത് വളരെ വളരെ വ്യക്തമായിരുന്നു. അത്രമാത്രമാണോ ഷോട്ട് എന്ന് തോന്നിപ്പോയി. മനോഹരമായിട്ട് PBKസിൻ്റെ ബാറ്റർമാർ ബാറ്റ് ചെയ്തപ്പോൾ. ഏതായാലും മറുപടി ബാറ്റിങ്ങിൽ നോക്കുക. പ്രഭ്സിമ്രാൻ സിംഗ് 13 റൺസിന് പോയി. പക്ഷേ പ്രിയാൻ ഷാരിയും ജോഷ് ഇംഗ്ലീഷും ചേർന്നുകൊണ്ട് PBKസിൻ്റെ വിജയം ഉറപ്പാക്കിയായിരുന്നു. പ്രിയാൻ ഷാരി 35 പന്തിൽ നിന്ന് 9 ഫോറും 2 സിക്സും അടക്കം 62 റൺസ് അടിച്ചപ്പോൾ ഇംഗ്ലീഷ് 42 പന്തിൽ നിന്ന് 9 ഫോറും 3 സിക്സും അടക്കം 73 റൺസാണ് അടിച്ചത്. ഒടുവിൽ കളി ഫിനിഷ് ചെയ്തത് ശ്രേയസ് അയ്യരും വധേരയും ചേർന്നാണ്. വധേര 2 പന്തുകൾ മാത്രമേ നേരിട്ടുള്ളൂ. 2 റൺസ് അടിച്ചപ്പോൾ അയ്യർ 16 പന്തിൽ നിന്ന് 1 ഫോറും 2 സിക്സും അടക്കം 26 റൺസ് അടിക്കുകയും ചെയ്തു. എന്തായാലും കിടിലൻ വിജയമാണ് PBK സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടുകൂടി അവരിതാ 1ാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത്. 14 കളി 19 പോയിന്റ്. ടോപ്പ് 2 ഫിനിഷ് ഉറപ്പാണ്. അവർ ക്വാളിഫയർ കളിക്കും. MI 14 കളി 16 പോയിന്റ് 4ാം സ്ഥാനത്താണ് എന്നത് ഉറപ്പായിരിക്കുന്നു. അവർക്ക് എലിമിനേറ്റർ കളിച്ചേ പറ്റും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.